കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണു. ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന സംശയമുണ്ട്. 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നുവെന്ന വിവരങ്ങളാണ്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, വലിയങ്ങാടിയിൽ മാർക്കറ്റിലാണോ ഈ കെട്ടിടം തകർന്നിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാനാകുന്നത്? സ്മൃതി, നിലവിൽ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയങ്ങാടിയിലുള്ള പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ സ്ലാബ് തകർന്നു വീണു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. 5 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയെന്നും മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഇവരുടെ അല്പം ഗുരുതരമാണ് ഇവരുടെ പരിക്ക് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധന കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഒരു പരിശോധന പുരോഗമിക്കുന്നത്. പലചരക്ക് കടകളും പച്ചക്കറി കടകളും ഒക്കെ സമീപത്ത് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണല്ലോ ഇത്. ഏത് ഭാഗത്തുള്ള കെട്ടിടമാണ്, ഏത് കെട്ടിടമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനാകുന്നോ? സ്മൃതി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. നിലവിൽ ഈ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭ്യമാക്കാൻ നിരവധി അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ഫയർഫോഴ്സ് ഉണ്ട്. അഭിജിത്ത്, ഏത് കെട്ടിടമാണ്, ഏത് കെട്ടിടത്തിന്റെ സ്ലാബാണ്? അവിടേക്ക് ക്യാമറ നീക്കാൻ പറഞ്ഞു. തീർച്ചയായും സ്മൃതി, ഇതാ നിലവിൽ ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ സ്ലാബ്, ഈ സൺഷെയ്ഡ് തകർന്ന് താഴേക്ക് വീണു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായി കഴിയുന്നത്. സ്മൃതി, ആളുകളൊക്കെ, പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇവിടെ പ്രദേശത്തുള്ളവരോട് ചോദിക്കാൻ കഴിയുമെന്ന് വിചാരിക്കും. ചേട്ടാ, ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇവിടെയുള്ള ദൃക്സാക്ഷികളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകും. സ്മൃതി, അവരുമായി ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു? എന്താ സംഭവിച്ചത്? അതൊന്നായി വീണതാ അവിടെ കൂട്ടേക്ക്. ആളുകളൊക്കെ 4 ആൾക്കാരും ഉള്ളിലുണ്ട്. 4 ആൾക്കാർ കുടുങ്ങിക്കിടക്കായിരുന്നു. നന്നായി പരിക്കേറ്റിട്ടുണ്ടോ? ഒരാളെ കാല് പോയി, കാലാട്ടായി പോയി. പിന്നെയുള്ളവർക്ക് പരിക്കൊക്കെ ഉണ്ട്. അതിന്റെ മുകളിൽ വീണെടുക്കുന്നത്. ഒരാൾ മാത്രം സംസാരിക്കണ്ടേ, ബാക്കി 3 ആളുടെ കാര്യം ക്ലിയർ അല്ല. ഒരാൾക്ക് ഗുരുതരമായി, ഒരാൾ സംസാരിക്കണ്ടേ, ബാക്കി 3 ആൾക്കാർ ക്ലിയർ അല്ല. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. ഏതായാലും ആ സ്ലാബിന്റെ ഭാഗങ്ങൾ തകർന്നു വീണിരിക്കുന്നത് ചെറിയ അപകടമല്ല. ആ സ്ലാബ് പൊട്ടിക്കുന്നതോടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്തായാലും 5 പേരെയും പുറത്തെടുത്തു എന്നുള്ള വിവരം തന്നെയാണ് അഭിജിത്തിനോട് ഇപ്പോൾ ദൃക്സാക്ഷികൾ വിവരിക്കുന്നത്.